അങ്ങനെ കിടക്കാനൊരിടം കിട്ടി. എവിടെ പോയി എന്ത് ജോലി തേടണമെന്നറിയാതെ നടന്നപ്പോഴാണ് കയ്യിൽ വന്നു വീണ ഒരു പത്രത്തുണ്ടിൽ ഒരു പുതിയ പെയിന്റ് കമ്പനിയിൽ സെയിൽസ് റെപ്രസെന്റേറ്റീവിനെ വേണമെന്നറിഞ്ഞത്. 3000 രൂപ ശമ്പളം, ടൈ കെട്ടണം, ബെൽറ്റും ഷൂവും വേണം, എല്ലാം ഓക്കെ. പക്ഷെ ജോലി വേണമെങ്കിൽ സ്വന്തമായി ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടാവണം. ഒന്ന് തൽക്കാലം വാടകയ്ക്കെടുത്ത് ജോലി സംഘടിപ്പിച്ചു. പക്ഷേ അതുകൊണ്ടായില്ല. നൂറിനോട് കാര്യം അവതരിപ്പിച്ചു. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്. ബാപ്പ എങ്ങാനും അറിഞ്ഞാ അറിയാലോ. അറിയാ എന്റെ കരളെ, പറയാ ചതിക്കല്ലേ. സ്നേഹമുള്ളവളാ മൈമുന. എടാ നൂറെ, 5000 രൂപ കൊടുത്താൽ മാർവാടി ബൈക്ക് വരും. 2000 എന്റെ കയ്യിലുണ്ട്. ഇത് വെച്ച് 3000. ബൈക്കും ജോലിയും കയ്യിൽ. 600 രൂപ അടവുള്ളൂ. എല്ലാം ശരിയാവും. നീ വാ. ഇടക്കാല ആശ്വാസം പോലെ ഒരു മുറിയും പണിയുമായി. ജീവിതം കൂടുതൽ വഷളാവുകയാണ്. ആഹാരവും വാടകയും പെട്രോളും കഴിയുമ്പോൾ ശമ്പളം തീരുന്നു. 3 മാസമായി ബൈക്കിന്റെ കുടിശ്ശിക അടച്ചിട്ടില്ല. ബൈക്ക് വാങ്ങാൻ കാശ് എന്ന മാർവാടിയുടെ ഗുണ്ടകൾ അത് പിടിച്ചു വാങ്ങാൻ തപ്പി നടപ്പ് തുടങ്ങി. അതിലും കഷ്ടമാണ് നൂറിന്റെ മുഖത്ത് നോക്കാൻ. മൈമുനയുടെ 3000ന്റെ പലിശ കയറി വരുന്നു. പെയിന്റ് വിറ്റ് കിട്ടുന്ന കമ്മീഷൻ കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ലക്ഷണമില്ല. നാട്ടിലെ കാര്യം അതിലും കഷ്ടമാണ്.